എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റെസിപ്പി ഓഫ് സക്സസ്, ജീവിത വിജയത്തിൻ്റെ ചില ചേരുവകളെ പറ്റിയും അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ് ഇൻ ഹ്യൂമൻ ലൈഫ്, ചില മൂല്യങ്ങൾ മുറുക്കി പിടിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയൊക്കെയാണ്. എന്താണ് ആക്ച്വലി വാല്യൂസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൂല്യങ്ങൾ? വാല്യൂ ഓഫ് വാല്യൂസിനെ പറ്റിയാണ് നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത്. ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാചകമുണ്ട്, സ്ട്രൈവ് നോട്ട് ടു ബി ദ മാൻ ഓഫ് സക്സസ് ബട്ട് ദ മാൻ ഓഫ് വാല്യൂസ് എന്ന്. ജീവിതത്തിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് അതിന് മാത്രം ആകരുത് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെ അതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ചില മൂല്യങ്ങളുള്ള വ്യക്തിയാവുക. അപ്പോൾ വിജയം തന്നെ വന്നോളും എന്നുള്ളതാണ്. ഇന്ന് നോക്കൂ, ഇന്ന് കോർപ്പറേറ്റ് കമ്പനികളിൽ വരെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. ഈ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ സൈക്കോമെട്രി ടെസ്റ്റുകൾ വരെ ആളുകളെ ജോലിക്ക് എടുക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം ചെയ്തിരുന്നത് IQ അഥവാ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, അവരുടെ ബുദ്ധി സൂക്ഷ്മതയാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം കമ്പനികളിൽ എടുത്തു. പക്ഷേ എന്നിട്ടും കണ്ട കാര്യം എന്ന് വെച്ചാൽ, അവർ പല സ്കാമുകളും ഫ്രോഡ് ആക്ടിവിറ്റീസൊക്കെ ആ കമ്പനികളിൽ ചെയ്തു. അവർക്ക് അതിബുദ്ധിമാന്മാരായതുകൊണ്ട് മാനേജ്മെൻറ്റിനെ വരെ കബളിപ്പിക്കുന്ന, വെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ ഫ്രോഡിലൻ്റ് ആക്ടിവിറ്റികൾ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വിപത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ IQ അല്ല ഇമ്പോർട്ടൻ്റ്, EQ ആണെന്ന് കമ്പനികൾ മനസ്സിലാക്കി. പിന്നീട് ഇമോഷണൽ കോഷ്യൻറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇൻ്റലിജൻസിനേക്കാളും കൂടുതൽ ആ വ്യക്തിയുടെ ഒരു ഇമോഷൻസിനും ആ വ്യക്തിയുടെ മാനസികാവസ്ഥയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് കമ്പനികൾ പിന്നീട് അസസ്മെൻറ്റുകളും ടെസ്റ്റുകളും നടത്തി തുടങ്ങിയത്. അപ്പോൾ അവർ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് അവരുടെ വാല്യൂസിനും അവരുടെ ആറ്റിറ്റ്യൂഡ്, എസ്പെഷ്യലി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ആളുകളെ കൂടുതൽ എടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഇമോഷൻസ് എംപ്ലോയീസിൻ്റെ അസസ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ പ്രൊഡക്ടിവിറ്റിയൊക്കെ ചില സമയങ്ങളിൽ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ IQയും EQയും കഴിഞ്ഞ് ഇന്നിപ്പോൾ SQയിലേക്ക് എത്തി, സ്പിരിച്വൽ കോഷ്യൻ്റ്. ഈ IQയും EQയും ഒക്കെ അസസ് ചെയ്യുമ്പോൾ തന്നെ കോർപ്പറേറ്റ്സ് അവരുടെ SQ അസസ് ചെയ്യാൻ തുടങ്ങി. SQ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എത്രത്തോളം ദൈവികമായ കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അല്പം ദൈവികതയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് തെറ്റുകളിലേക്ക് പോകില്ല എന്നുള്ളതാണ് കമ്പനികളുടെയൊക്കെ കണ്ടെത്തലുകൾ. അതുകൊണ്ട് IQ, EQ പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയി SQ മാറി. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അല്പമൊക്കെ സ്പിരിച്വലായ ആളുകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ സ്പിരിച്വൽ മീൻസ് അതിൻ്റെ അർത്ഥം മതപരമായ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും അത്തരം താല്പര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ആളുകളല്ല. ഇപ്പം ദൈവികത, ഓരോരുത്തരും വിശ്വസിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ടാകും. പക്ഷേ ഒരു ദൈവികമായ പരിവേഷമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ദൈവികതയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ തെറ്റുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇന്നത്തെ കണ്ടെത്തൽ. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില മൂല്യങ്ങൾ ജീവിതത്തിൽ വിജയത്തിന് അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ വിജയവും പരാജയമൊക്കെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഒരാൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടിയാണെങ്കിൽ എന്ത് കാര്യവും പഠിച്ചെടുക്കാൻ പറ്റും എന്ന് കമ്പനികളൊക്കെ ഇന്ന് വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ടാലൻറ്റുമാണ്. ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ടാലൻറ്റിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും സക്സസ്സിലൊരു റെസിപ്പി തന്നെയാണ്. ഇന്ന് ലോക പ്രശസ്തനായ ഏറ്റവും ഫാസ്റ്റ് ഓട്ടക്കാരനായ, ഏറ്റവും വേഗതയേറിയ ഉസൈൻ ബോൾട്ടിനെ പറ്റി തന്നെ നോക്കുക. അദ്ദേഹം ആദ്യം ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ച് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കൂടുതൽ റണ്ണിങ്ങിലുണ്ട്. അപ്പോൾ ആ ഓട്ടത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. ഇന്ന് ലോകത്ത് ഒരുപാട് റെക്കോർഡുകൾ അതിജീവിച്ച മികച്ച ഓട്ടക്കാരനെ അദ്ദേഹം മാറി. അപ്പോൾ ചില ടാലൻറ്റുകൾ ചിലരിലുള്ളത് പിന്നീടായിരിക്കും ചിലപ്പോൾ കണ്ടെത്തുന്നതും അത് പോളിഷ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും. പിന്നെ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഡിസിപ്ലിനാണ്. ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായൊരു കാര്യം ഡിസിപ്ലിനാണ്. കാരണം ഇടയ്ക്കൊക്കെ വലിയ വലിയ പ്രയത്നങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. അതിൻ്റെ സ്ഥിരത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏത് വ്യക്തിയും അവൻ്റെ സ്കിൽ സെറ്റും അവൻ്റെ ടാലൻറ്റും നന്നായി ഉപയോഗിക്കണമെങ്കിൽ അയാൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവണം. ദെൻ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയെ എന്തിലേക്കും രൂപാന്തരപ്പെടുത്തുന്നത്. കാരണം ഒരു വ്യക്തി എത്ര കഴിവുള്ളവനായി മാറിയാലും അവൻ്റെ ആ സ്വഭാവം ഏതെങ്കിലും ഒരു സമയത്ത് നല്ല രീതിയിലല്ല എങ്കിൽ അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ഇമേജൊക്കെ എത്രയോ വേഗമാണ് പോകുന്നത്. നമ്മുടെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സാമിനേഷൻസൊക്കെ പാസ്സായ IASഉം IPSഉം ഒക്കെ പാസ്സായ വളരെ പ്രശസ്തരായ പല വ്യക്തികളും ഈ അടുത്ത കാലങ്ങളിലൊക്കെ പെട്ടുപോയത് നമ്മൾ കണ്ടു. അവരുടെ ഇമേജൊക്കെ എങ്ങനെ പോയെന്നുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന പല സിനിമാ താരങ്ങൾ വരെ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടപ്പോൾ അവരുടെ ക്യാരക്ടർ ഇന്ന് അവരെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ സ്വഭാവം, ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി റിലേഷൻഷിപ്പ്, നോളജ്, ഇമോഷൻസ്, ഇതൊക്കെ ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൂല്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഈ വാല്യൂസിൻ്റെ കോസ്റ്റ് എന്താണ്, ജീവിതത്തിൽ ഈ മൂല്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വില എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഫാമിലി വാല്യൂസ്. ഫാമിലിയിൽ നമ്മൾ ചില
വാല്യൂസ്, ചില മൂല്യങ്ങൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ബലം എന്താണ്? ലോൺലിനെസ്സാണ്, ഏകാന്തത. ചിലർക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് മനസ്സമാധാനം എന്ന് പറയുന്നത് ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ജീവിതത്തിൽ പാലിക്കേണ്ട, ഫാമിലിയിൽ പാലിക്കേണ്ട മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നത് ഏകാന്തതയാണ് അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഹോണസ്റ്റി എന്താണ്? കറപ്ഷനാണ്. ഹോണസ്റ്റി, നമ്മുടെ സത്യസന്ധതയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിലയാണ് അത് കറപ്ഷനിലേക്ക് ഒരാൾ പോകുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം അതാണ്. പല വ്യക്തികളും അവർക്ക് ഉണ്ടായിരിക്കേണ്ട ആ വിശ്വാസം നഷ്ടപ്പെടുത്തി പോകുമ്പോൾ പിന്നെ ആരും വിശ്വസിക്കാത്ത കറപ്റ്റഡായ ഒരു വ്യക്തിയായി മാറുന്നു. അതുപോലെ കോസ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി, നമ്മൾ അല്പം സ്പിരിച്വലായി നിന്നില്ലെങ്കിൽ ഉണ്ടാകുന്നത് പല ഡാമേജുകളാണ്. നമുക്ക് ചിലപ്പോൾ ബാഹ്യമായ പല വളർച്ചയുണ്ടെന്ന് തോന്നുമെങ്കിലും മാനസികമായിട്ട് സന്തോഷമില്ലാത്ത അവസ്ഥ. അതിനാണ് നമ്മൾ അല്പം സ്പിരിച്വലൊക്കെ ആകേണ്ടത്. കാരണം ഇന്ന് അസോച്ചാം പോലത്തെ ഓർഗനൈസേഷൻസൊക്കെ നടത്തിയ, അതായത് നമ്മുടെ ഒരു ഇവിടുത്തെ ചേംബറിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിലത്തെ തന്നെ ഒരു ഓർഗനൈസേഷനാണ് അസോച്ചാം. അവർ നടത്തിയ ഒരു പഠനം, ബിസിനസ്സുകളുടെ ഇടയിലൊക്കെ നടത്തിയ പഠനത്തിൽ 10ൽ 4 വലിയ പ്രൊഫഷണൽസും, അതായത് ഹൈ എൻഡ് പ്രൊഫഷണൽസ്, പല കമ്പനികളിലെ സിഇഒമാർ അല്ലെങ്കിൽ ടോപ്പ് ലെവലിലിരിക്കുന്ന ആളുകൾ, 10ൽ 4 ആളുകളും ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നതെന്ന് അറിയുന്നത്. അതിൻ്റെ മെയിൻ കാരണം പലരും സ്പിരിച്വൽ അല്ലാത്തതും കൂടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം എത്ര വളർന്നാലും, വ്യക്തികൾ എത്ര വളർന്നാലും, എത്ര സ്കില്ലുണ്ടായാലും നമ്മൾ അല്പമൊക്കെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും കൂടി ആയിരിക്കണം ജീവിച്ചു പോകേണ്ടത്. പണ്ട് കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കൻ മിനിസ്റ്ററായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന് ലോകത്ത് ഭയങ്കര വിഭവശേഷിയുള്ള വലിയ മിസൈലുകളും ഒക്കെ കണ്ടെത്തി കഴിഞ്ഞു, പക്ഷെ പ്രശ്നം ഇത് കറക്റ്റായിട്ട് ഉള്ള ആളുകളുടെ കയ്യിലേക്കല്ല ഇത് ചെല്ലുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്ത് സംഭവിക്കുന്നത്, ഈ സ്പിരിച്വൽ പവറിനേക്കാളൊക്കെ മുകളിൽ സയൻറ്റിഫിക് പവർ വളർന്നു. അതുകൊണ്ട് യുദ്ധങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? കാരണം ആളുകളുടെ കയ്യിലേക്ക് ആണവായുധങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ മാനസിക നില അതിനനുസരിച്ച്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് റൈറ്റ് ആയിട്ടായിരിക്കില്ല. അപ്പോൾ ലോകത്തിൻ്റെ വിപത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിലെ സക്സസ്, ഒരു വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത് ടാലൻറ്റ് മാത്രമല്ല, ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, ചില വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. അത് എന്നും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ വാല്യൂസിൽ ഫോക്കസ് ചെയ്യുക സക്സസ്സിന് വേണ്ടിയിട്ട്. അല്പം സ്പിരിച്വൽ ആകുന്നത് വളരെ നല്ലത്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി പോകാൻ, നമ്മുടെ ക്യാരക്ടറിൽ വർക്ക് ചെയ്യുക. ഇതാണ് റെസിപ്പി ഓഫ് സക്സസ്. താങ്ക് യു.